കോഗിറ്റോ എർഗോ സും, ഐ തിങ്ക് ദെർഫോർ ഐ ആം. ഈ ലാറ്റിൻ ഫ്രേസ് നിങ്ങൾക്ക് പരിചിതമായിരിക്കാം. ഇത് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കാം. ഫ്രഞ്ച് ഫിലോസഫറായ റെനെ ഡെക്കാർട്ട് 1637 പബ്ലിഷ് ചെയ്ത ഡിസ്കോഴ്സസ് ഓൺ മെത്തേഡ് എന്ന പുസ്തകത്തിലാണ് കോഗിറ്റോ എർഗോ സും എന്നൊരു ഫ്രേസ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് വെസ്റ്റേൺ ഫിലോസഫിയിലെ തന്നെ ഒരു പോപ്പുലറായ സ്റ്റേറ്റ്മെന്റായി കോഗിറ്റോ എർഗോ സും മാറുകയാണ്. അക്കാഡമിക് ഫിലോസഫിയിൽ മാത്രമല്ല, സാധാരണക്കാരുടെ ഇടയിലും ഈ ഫ്രേസ് ഒരുപാട് ഉപയോഗിച്ച് കാണാറുണ്ട്. പലരും വാട്സപ്പ് സ്റ്റാറ്റസുകളായി ഇടാറുണ്ട്, ഇൻസ്റ്റാ പോസ്റ്റിന് ക്യാപ്ഷൻസ് ആയി കൊടുക്കാറുണ്ട്. പക്ഷെ ശരിക്കും ഡെക്കാർട്ട് കോഗിറ്റോ എർഗോ സും എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നമുക്ക് ഇത് വെറും ഒരു ലാറ്റിൻ ഫ്രേസ് ആയിരിക്കാം, പക്ഷെ ഡെക്കാർട്ടിന് അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്സും ഫിസിക്സും ഫിലോസഫിയും എല്ലാം ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിരുന്നു കോഗിറ്റോ എർഗോ സും. ഈ സ്റ്റേറ്റ്മെന്റ് ചൂട് പിടിച്ചിട്ട് തന്നെയാണ് ഡെക്കാർട്ട് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന് ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നതും. ഡെക്കാർട്ടിന്റെ ആർഗ്യുമെന്റ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ് വളരെ വീക്കായിട്ടുള്ള ഒരു വാദമാണെങ്കിൽ കൂടി ഇതെല്ലാം ചേർത്ത് അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്ത 6 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം എപ്പിസ്റ്റമോളജിസ്റ്റുകളുടെ ഇടയിൽ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ കോഗിറ്റോ എർഗോ സുമിന് പുറകിലുള്ള കഥയൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഡെക്കാർട്ട് ചിന്തിച്ച വഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാൻ ശ്രമിക്കാം. ഒരു ജിക്സോ പസിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെയാണ് മനുഷ്യർ നോളേജ് അക്വയർ ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിലും പല ഫീൽഡുകളിലായി പല വ്യക്തികൾ പലതരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തും. ഓരോ സ്റ്റേജിലും നമുക്ക് മുമ്പിലുള്ള പിക്ചറിന് കുറച്ചുകൂടി വ്യക്തത വരും. ഇതിന്റെ തുടർച്ചയായി മറ്റു കണ്ടെത്തലുകൾ വരും. ഇതിങ്ങനെ നൂറ്റാണ്ടുകളോളം തുടർന്നുകൊണ്ടിരിക്കും. നോളേജിനെ പല ലെവലുകളുള്ള ഒരു മൾട്ടി സ്റ്റോറിംഗ് ബിൽഡിംഗ് ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറിവിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അതിന്റെ ഫൗണ്ടേഷൻ തന്നെയാണ്. വെസ്റ്റേൺ ഫിലോസഫിയിൽ ഇത് പ്രീ സോക്രറ്റിക് ഫിലോസഫേഴ്സിൽ തുടങ്ങി അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ക്രിസ്ത്യൻ ഫിലോസഫേഴ്സും നൽകിയ ഒരുപാട് കോൺട്രിബ്യൂഷൻസിലൂടെ കൈമാറിയാണ് 17-ാം നൂറ്റാണ്ടിൽ ഡെക്കാർട്ടിന്റെ മുമ്പിലെത്തുന്നത്. വെസ്റ്റേൺ ഫിലോസഫിയുടെ മുഴുവൻ സംഭാവനയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡെക്കാർട്ട് മെഡിറ്റേഷൻ തുടങ്ങുന്നത്. ചുരുക്കത്തിൽ സ്കെപ്റ്റിസിസമാണ് ഡെക്കാർട്ടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. കോമൺ സെൻസിൽ പോലും ചിന്തിച്ചാൽ ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്ന അറിവുകളെ വരെ ഡെക്കാർട്ട് തള്ളിക്കളയുകയാണ്. 100% എനിക്ക് സത്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന എന്താണ് ഈ ലോകത്തുള്ളത് എന്നാണ് ഡെക്കാർട്ട് മുമ്പോട്ട് വയ്ക്കുന്ന ചോദ്യം. ആദ്യം അയാൾ എടുക്കുന്നത് നമ്മുടെ സെൻസസിനെയാണ്. മനുഷ്യൻ ആർജിച്ച അറിവിന്റെ ഭൂരിഭാഗവും നമ്മൾ ഇന്ദ്രിയങ്ങൾ വെച്ച് മനസ്സിലാക്കിയെടുത്തതാണ്. നമുക്ക് പുറത്തുള്ള ലോകത്തെ മനസ്സിലാക്കാനുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാനുള്ള ഒരു ടൂളാണല്ലോ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. പക്ഷെ ചില സമയത്ത് ഈ ഇന്ദ്രിയങ്ങൾക്ക് തെറ്റുപറ്റാം, ഇല്യൂഷൻസ് സംഭവിക്കാം, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടെന്ന് വരാം. ഒരു സിമ്പിൾ എക്സാമ്പിളായി പറഞ്ഞാൽ, ഭൂമി സ്റ്റേഷനറിയായി നിലനിന്ന് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെയാണ് കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷെ റിയാലിറ്റി ഇങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ചില സമയത്തെങ്കിലും ഇന്ദ്രിയങ്ങൾ തെറ്റായ അറിവ് കാണിക്കുന്നത് കൊണ്ട് ഡെക്കാർട്ട് സെൻസസിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ഓർക്കണം, 100% സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഡെക്കാർട്ട് പരിഗണിക്കുന്നുള്ളൂ. ഡെക്കാർട്ട് ഉപയോഗിച്ച ഈ പ്രോസസ്സിനെയാണ് മെത്തേഡ് ഓഫ് ഡൗട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ മെത്തേഡ് ഓഫ് ഡൗട്ടിലൂടെ സെൻസസ് വെച്ച് ആർജിച്ച അറിവുകളെല്ലാം തള്ളിക്കളഞ്ഞ ഡെക്കാർട്ടിന് പിന്നീട് അയാളുടെ കൈയും കാലും അടക്കുന്ന സ്വന്തം ശരീരം പോലും 100% റിയൽ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. പക്ഷേ ഡെക്കാർട്ടിന്റെ അറിവുകൾ അവിടെ തീരുന്നില്ല. ഇന്ദ്രിയങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അറിവിന്റെ ബിൽഡിങ്ങിന്റെ കുറെ ഫ്ലോറുകൾ തകർന്ന് തരിപ്പണമായി എന്നത് സത്യമാണ്. പക്ഷേ ഫിസിക്കൽ വേൾഡുമായി ഡിപ്പെൻഡൻസി ഇല്ലാത്ത അബ്സ്ട്രാക്റ്റ് ആയ അറിവുകൾ ഇനിയും ബാക്കിയുണ്ട്. ഉദാഹരണത്തിന് മാത്തമാറ്റിക്കൽ ട്രൂത്ത്സ്. 1+1=2 എന്നൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഹാസ് 3 സൈഡ്സ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. ഇതുമല്ലെങ്കിൽ i=√(-1) എന്നൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുക. ഇതിനെ 100% സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് ഡെക്കാർട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം. ഇവിടെയാണ് ഡെക്കാർട്ടിന്റെ വളരെ ഫേമസ് ആയ ഈവിൾ ഡീമൺ പ്രോബ്ലം എന്ന പേരിലുള്ള ഒരു തോട്ട് എക്സ്പെരിമെന്റ് ഡെക്കാർട്ട് ഉപയോഗിക്കുന്നത്. ഒരു സർവ്വശക്തനായ ക്രൂരനായ ഒരു ഡീമൺ ഏതോ ലോകത്തുണ്ട്. അയാൾ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകം. എന്തിന്? നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ വരെ ആ ഡീമണിന്റെ മാനിപ്പുലേഷൻ ആണെന്ന് കരുതുക. ഇങ്ങനെ ഒരു ഈവിൾ ഡീമൺ സാധ്യമാണെങ്കിൽ നിങ്ങളുടെ സെൻസസിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, മാത്തമാറ്റിക്സിന്റെ സത്യങ്ങളെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ ചിന്തകളും ഈ ഈവിൾ ഡീമൺ ആണ് നിയന്ത്രിക്കുന്നത്. ഇതേ എക്സ്പെരിമെന്റിന് ഒരു മോഡേൺ വേർഷൻ ഉണ്ട്, ബ്രെയിൻ ഇൻ എ വാറ്റ് എക്സ്പെരിമെന്റ്. അതായത് സാങ്കേതികമായി വളരെയധികം മുമ്പോട്ട് പോയ ഒരു സിവിലൈസേഷൻ തലച്ചോറിനെ ഒരു ലിക്വിഡിൽ മുക്കിവെച്ച് ആർട്ടിഫിഷ്യലായി സിഗ്നലുകൾ കൊടുത്താണ് ഈ ലോകം സൃഷ്ടിക്കുന്നത് എന്ന് കരുതുക. നമ്മൾ അനുഭവിക്കുന്ന ലോകം അങ്ങനെയാണെങ്കിൽ ഒരു സിമുലേഷനാണ്. നമ്മൾ എന്ന വാക്കിന് പോലും അപ്പോൾ പ്രസക്തിയില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ലോകം നിങ്ങളുടെ ബ്രെയിനിനെ ആരോ ആർട്ടിഫിഷ്യലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും എല്ലാം ഈ മാനിപ്പുലേഷന്റെ റിസൾട്ടാണ്.
ഡെക്കാർട്ടിന്റെ കാലത്ത് ബ്രെയിൻ ഇൻ എ വാറ്റ് എക്സ്പെരിമെന്റ് ചിന്തിക്കാനുള്ള ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഡെക്കാർട്ട് ഒരു പക്ഷേ ഈവിൾ ഡീമൺ അനലജി ഉപയോഗിച്ചത്. എന്തായാലും ഡെക്കാർട്ടിന്റെ ഈവിൾ ഡീമൺ പോസിബിൾ ആണെങ്കിൽ ഇതുവരെ മനുഷ്യൻ ആർജിച്ച ഒരറിവിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് ഡെക്കാർട്ട് എത്തുകയാണ്. ഒബ്ജക്റ്റീവ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകത്തെ റിയാലിറ്റി എല്ലാം ഒരു ഡീമന്റെ മാനിപ്പുലേഷൻ. ഇതിന്റെ കൺക്ലൂഷനായി ഒരറിവും 100% വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ഭീകരമായ സത്യം ഡെക്കാർട്ട് മനസ്സിലാക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഡെക്കാർട്ടിന് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് കോഗിറ്റോ എർഗോ സുത്തിന്റെ വരവ്. ഡെക്കാർട്ട് മെഡിറ്റേഷൻസിന്റെ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. ഈവിൾ ഡീമൺ റിയൽ ആണെങ്കിൽ 100% വിശ്വസിക്കാൻ പറ്റിയ ഒരു അറിവ് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ് ഡെക്കാർട്ട് പറയുന്നത്. ആ അറിവാണ് ഐ എക്സിസ്റ്റ് എന്ന അറിവ്. ഈവിൾ ഡീമൺ തുടർച്ചയായി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണല്ലോ ഡെക്കാർട്ട് ചിന്തിക്കാൻ പറഞ്ഞത്. ഇത് സത്യമാണെങ്കിൽ ഈവിൾ ഡീമന്റെ ലോകത്ത്, അത് ഏത് തരത്തിലുള്ള ലോകമായാലും, അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഈ ലോകത്തുള്ള പോലെ കൈയും കാലും മുഖവുമുള്ള ഒരു മനുഷ്യനാവില്ല നിങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ഇൻ എ വാറ്റ് എക്സ്പെരിമെന്റ് പോലെയാകാം, മെട്രിക്സിലെ പോലെ കമ്പ്യൂട്ടർ സിഗ്നലുകളാകാം. പക്ഷേ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്താലേ മാനിപ്പുലേഷൻ എന്ന ഓപ്ഷൻ ഡീമണ് ലഭിക്കുള്ളൂ. അങ്ങനെ ഡെക്കാർട്ട് 100% ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ് കോഗിറ്റോ എർഗോ സം. ഐ തിങ്ക് therefore I am. ഇതിന്റെ ശരിക്കുമുള്ള ട്രാൻസ്ലേഷൻ ഏകദേശം ഐ ആം തിങ്കിങ് therefore I exist എന്ന രൂപത്തിലാണ് വരുന്നത്. ഞാൻ ചിന്തിക്കുന്നിടത്തോളം ഡീമന്റെ ലോകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലേക്ക് ഇതിനെ വേണമെങ്കിൽ ചുരുക്കാം. കുറച്ച് ചോദ്യോത്തരങ്ങളിലൂടെ ഇതൊന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ആക്കാൻ ശ്രമിക്കാം. ഈ ലോകം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ കാണുന്ന, കേൾക്കുന്ന, മണക്കുന്ന, രുചിക്കുന്ന, തൊട്ടറിയുന്ന ലോകം എന്താണ്? അതൊരു ഈവിൾ ഡീമൺ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. എൻ്റെ ചിന്തകൾ എന്താണ്? അതും ഈവിൾ ഡീമൺ അയാൾക്ക് തോന്നുന്ന പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈവിൾ ഡീമൺ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യണ്ടേ? വേണം. അതിനർത്ഥം 100% എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത് എന്താണ്? കോഗിറ്റോ എർഗോ സം. ഐ തിങ്ക് therefore I am, അല്ലെങ്കിൽ ഐ ആം തിങ്കിങ് therefore I must exist. തുടക്കത്തിൽ സ്കെപ്റ്റിസിസം ഉപയോഗിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ ഡെക്കാർട്ട് 100% ഉറപ്പുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ്. അതാണ് കോഗിറ്റോ എർഗോ സം. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് കരുതുന്നുണ്ടെങ്കിൽ കാര്യം അത്ര നിസ്സാരമല്ല. മെഡിറ്റേഷൻസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം കണ്ടംപററി ഫിലോസഫേഴ്സ് തന്നെ ഡെക്കാർട്ടിന്റെ ഈ ഒരു പരീക്ഷണത്തെ വിമർശിച്ചിട്ടുണ്ട്. ഐ എക്സിസ്റ്റ് എന്നൊരു കൺക്ലൂഷനിലേക്ക് ഡെക്കാർട്ടിന് ഒരിക്കലും എത്താൻ പറ്റില്ല. തിങ്കിങ് എക്സിസ്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നതാണ് ഒരു പ്രധാന ക്രിറ്റിസിസം. ഐ എന്നൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഞാൻ എന്നൊരു ചിന്ത, അതും ഒരു ചിന്തയാണ്. അപ്പോൾ ഈവിൾ ഡീമൺ എന്തോ മാനിപ്പുലേഷൻ വഴി കുറെ ചിന്തകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ചിന്തകളുടെ പ്രൊഡക്റ്റാണ് ഐ എന്നൊരു കൺസെപ്റ്റ്. ഇതേ ചിന്തകളുടെ പ്രൊഡക്റ്റാണ് മാത്തമാറ്റിക്കൽ ട്രൂത്തുകൾ. ഇതേ ചിന്തകളുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾ അനുഭവിക്കുന്ന വേൾഡ്. അതുകൊണ്ട് തിങ്കിങ് എക്സിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷെ തിങ്കർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ചിന്തിക്കുന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഐ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നത് സംശയമാണെന്നാണ് ഈ ഫിലോസഫേഴ്സിന്റെ ക്രിറ്റിസിസം. ഡേവിഡ് ഹ്യൂമ്, ഇമ്മാനുവൽ കാന്റ്, ഫ്രെഡറിക് നീച്ചെ തുടങ്ങിയ ഫിലോസഫേഴ്സിന്റെ വർക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും അത്രയും ഡീപ്പായി ഞാൻ ഈ വീഡിയോ കൊണ്ടുപോകുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഡെക്കാർട്ട് വരെ അത്രയും ഡീപ്പായി അദ്ദേഹത്തിന്റെ ആ തോട്ട് എക്സ്പെരിമെന്റ് കൊണ്ടുപോയിട്ടില്ല. മെഡിറ്റേഷൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ തീർന്നപ്പോൾ ഇതെല്ലാം മറന്ന രീതിയിലാണ് സ്കെപ്റ്റിസിസം എല്ലാം ഒഴിവാക്കി ബാക്കി 4 ചാപ്റ്റേഴ്സ് ഡെക്കാർട്ട് എഴുതിയത്. സംശയാസ്പദമായ എല്ലാത്തിനെയും കാണുന്ന ഡെക്കാർട്ടിന്റെ സ്കെപ്റ്റിസിസം തേർഡ് ചാപ്റ്ററിൽ ദൈവത്തെ തെളിയിക്കാൻ വേണ്ടി നൈസായി ഡെക്കാർട്ട് തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും കോഗിറ്റോ എർഗോ സത്തിന്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഡെക്കാർട്ടിന്റെ മെഡിറ്റേഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫിലോസഫി ലെക്ചേഴ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.